കുടുംബത്തിന്റെ 4 ചുവരിന്റെ ഉള്ളിലേക്ക് മനുഷ്യനെ എറിയപ്പെട്ടാൽ, അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് കുടുംബങ്ങളുണ്ടാവും. നമ്മളിവിടെ പാലിക്കപ്പെടുന്ന മാതാവ് എന്ന് പറയുന്ന റോളുകൾ ഉണ്ടാകും, പിതാവ് എന്ന് പറയുന്ന കൃത്യമായി പാലിക്കപ്പെടേണ്ട ഒരു സ്ഥാനമുണ്ടാകും, അവിടെ മക്കൾ എന്ന് പറയുന്ന സ്ഥാനമുണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ അധികാരത്തിന്റെ വീട്ടിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, സൊസൈറ്റിയിലാവട്ടെ, ബിസിനസ് ലോകത്തിലാവട്ടെ, എവിടെയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നാളെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കൃത്യമായി അതിനും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ഒരു മനുഷ്യൻ അള്ളാഹു ജീവിതവും മരണവും സംവിധാനിച്ചവനാണ് അള്ളാഹു തആല. ഏതൊരു മനുഷ്യനും മരണമുണ്ടാകും, ജീവിതമുണ്ടാകും. എന്തിനു വേണ്ടിയാണ്? ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതിന്റെ 2 പീരീഡിന്റെ ഉള്ളിൽ, ജീവിതം എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേജിന്റെയും മരണം എന്ന് പറയുന്ന എൻഡ് സ്റ്റേജിന്റെയും ഇടയിൽ കാണുന്നവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അതിൽ നീ എന്ത് പ്രവർത്തിച്ചു എന്നാണ്. അതിലേറ്റവും മനോഹരമായി അതിനെ ക്രിയാത്മകമായി വർത്തിച്ചവൻ ആര് എന്നറിയാൻ വേണ്ടിയാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മരണത്തെയും ഈ ജീവിതത്തെയും ഈ സംവിധാനങ്ങളെ അള്ളാഹു സംവിധാനിച്ചത് എന്ന് അള്ളാഹു തആല പറഞ്ഞു എന്നാണ് സൂറത്തുൽ മുൽക്കിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ആയത്താണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു പൂർത്തീകരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യൻദുറു, അവൻ നോക്കുന്നേയില്ല, ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപകോലങ്ങളിലേക്ക്, അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ ഉയർച്ചകളിലേക്ക്, അതിന്റെ താഴ്ചകളിലേക്ക്, അതിന്റെ റേഷ്യകളിലേക്കൊന്നും അല്ലാഹു നോക്കുന്നേയില്ല. മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, മറിച്ച് ആ സമൂഹത്തിന്റെ ഭാഗമായി, ആ സാമ്പത്തിക മേഖലയുടെ ഭാഗമായി, ആ കുടുംബത്തിന്റെ പശ്ചാത്തലവുമായി നാം അങ്ങനെ വർത്തിക്കപ്പെടുമ്പോൾ അള്ളാഹു നോക്കുന്നു നിന്റെ ഹൃദയാന്തരങ്ങളിൽ നീ എന്ത് ചിന്തിക്കുന്നു എന്നാണ്. ചതിയുടെ, വഞ്ചനയുടെ ലാഞ്ചനകൾ ഉണ്ടോ ഇല്ലേ? നീ അതിൽ ഇഖ്ലാസ് കാണിക്കുന്നുണ്ടോ ഇല്ലേ? നീ കൃത്യമായി ധാർമ്മികപരമായി ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ ഇല്ലേ? വഅഅമാലിക്കും, കൃത്യമായി നിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് നീ സജ്ജമാക്കുന്നത്, നീ അതിനെ എങ്ങനെയാണ് കൃത്യമായി പരിപാലിക്കുന്നത് എന്ന ഒരു ചോദ്യം, ഒരു നോട്ടം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്നുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നാം ജീവിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് ഒരു നിലക്കും സാധ്യമല്ല എന്നാണ്.